മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PMA സലാം എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഈ വാർഡ് വിഭജനത്തിനെതിരെ മുസ്ലിം ലീഗ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നിയമ പോരാട്ടം നടത്തുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ ഒരു വാർഡ് വിഭജനത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഈ തിരഞ്ഞെടുപ്പിൽ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ CPM ചെയ്യുന്നത് കടുത്ത ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ വാർഡ് വിഭജനം പ്രഖ്യാപിച്ചപ്പോൾ ആ വാർഡ് വിഭജനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാരും മുനിസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെ അടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. അതിന് വഴങ്ങാത്തവരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. ഈ വാർഡ് വിഭജന പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഡസൻ കണക്കിന് പഞ്ചായത്ത് സെക്രട്ടറിമാരെയും മുനിസിപ്പൽ സെക്രട്ടറിമാരെയും സ്ഥലം മാറ്റി തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവരും തങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളുകളെയും മാത്രം ആവശ്യമുള്ളിടത്ത് നിയോഗിച്ചു. അങ്ങനെയാണ് വാർഡ് വിഭജനം അട്ടിമറിക്കാനുള്ള ആദ്യത്തെ ശ്രമം തുടങ്ങുന്നത്. അതിനുശേഷം ഡീലിമിറ്റേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഈ CPMൻ്റെ ശാഖ അവരുടെ ബ്രാഞ്ച് തലങ്ങളിൽ നിർദ്ദേശം കൊടുത്ത് അവർക്ക് ജയിക്കാവുന്ന രൂപത്തിൽ വാർഡ് വിഭജിച്ച് അതിൻ്റെ ചിത്രം ഉണ്ടാക്കിയിട്ട് സെക്രട്ടറിമാർക്ക് കൊടുത്തു. ആ മാർക്സിസ്റ്റ് പാർട്ടി നിയോഗിച്ച സെക്രട്ടറിമാർ അത് അംഗീകരിച്ചു, മേലോട്ട് അയച്ചു. അതായത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും വാർഡുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ CPMൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു വിഭജനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് സംഭവിച്ചത്. അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വാർഡ് വിഭജിച്ചു. വാർഡ് വിഭജനത്തിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നോംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിരുകൾ നിശ്ചയിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാർഡിൽ എത്ര വീടുകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. വോട്ടർമാർക്ക് വാർഡിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്ത് വന്ന് വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് പല വാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. തുടങ്ങിയല്ലോ, ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു. 3-ാം തീയതി വരെയായിരുന്നു ഡീലിമിറ്റേഷൻ കമ്മീഷന് അവർ ഇലക്ഷൻ്റെ ചാർജുള്ള കലക്ടർക്കും പരാതി കൊടുക്കേണ്ടുന്ന അവസാന ദിവസം. നിരവധി പരാതികൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ട്, UDFും കൊടുത്തിട്ടുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. UDF മികച്ച പ്രകടനം നടത്തിയെന്നൊരു അവകാശവാദമുണ്ട്. LDF അവരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പറയുന്നത്. ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇത്തരം നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബഷീർ ഉദ്ദേശിച്ച ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയം അവകാശപ്പെടുന്ന മുന്നണികളാണ്. പക്ഷെ ജനങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചതെന്നും ആരാ വിജയിച്ചതെന്നും ജനങ്ങൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്നും ഈ അവകാശവാദങ്ങൾക്കപ്പുറം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമല്ലോ. അത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾ ഈ ഭരണം കൊണ്ട് അവരനുഭവിക്കുന്ന അങ്ങേയറ്റത്തെ ദുസ്സഹമായ ജീവിത സാഹചര്യം അനുഭവിക്കുന്ന ആളുകൾ അവർ സമ്മതിദാനാവകാശം എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്ന് ഈ ഗവൺമെൻറ് നന്നായി അറിയാം. അതിൽ നിന്ന് രക്ഷ നേടാനാണ് ഇത്തരം ചപ്പടാ വിദ്യകൾ കാണിക്കുന്നത്. അത് തികഞ്ഞ ജനാധിപത്യ ധ്വംസനാണ്. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഇവിടെ നിലനിൽക്കുന്നത് തിരിച്ചടിയാകുമെന്നൊരു ആശങ്ക ഗവൺമെന്റിലുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായും, ഉറപ്പല്ലേ. അതല്ലേ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അവർ ജയിച്ച ഏക സീറ്റ് 40,000 ഭൂരിപക്ഷമുള്ളിടത്തു നിന്നാണ് 12,000 ചുരുങ്ങിയത്. 28,000 വോട്ട് അവർ ജയിച്ച നിയോജക മണ്ഡലത്തിൽ പോലും കുറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഭരണവിരുദ്ധ തരംഗം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത്? പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള വാദങ്ങളായിരിക്കും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വാർഡ് വിഭജനത്തിൽ LDF ഒരു മറുവാദമായി പറയുന്നത് നേരത്തെ UDF സർക്കാർ ഉണ്ടായിരുന്ന കാലത്തും സമാനമായ രീതിയിലുള്ള വിഭജനം നടത്തിയിട്ടുണ്ട്. അത് ഇത്തവണ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ എതിർക്കുന്നൊരു ചോദ്യം അവരുണ്ട്. വാർഡ് വിഭജനത്തിന് ആരും എതിർക്കുന്നില്ലല്ലോ. UDFൻ്റെ കാലത്ത് ഇതുപോലെ വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ടോ? അശാസ്ത്രീയമായി, മാനദണ്ഡങ്ങൾ പാലിക്കാതെ, അതിൻ്റെ നോംസ് ഒന്നും ശ്രദ്ധിക്കാതെ വീടുകളുടെ എണ്ണത്തിൽ പോലും വലിയ മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ചാത്തമംഗലം പഞ്ചായത്ത്, കുന്നമംഗലം മണ്ഡലത്തിൽ, ആ ചാത്തമംഗലം പഞ്ചായത്തിലെ വാർഡ് വിഭജനം നടത്തിയെടുത്ത് 3100 മുതൽ 1200 വരെ നമ്പറുള്ള വീട് ഒരു വാർഡിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വീടിലെ ടോട്ടൽ നമ്പർ, ആ വാർഡിലെ ടോട്ടൽ വീടുകളുടെ നമ്പർ 790 പറയുന്നു. അതെങ്ങനെ നടക്കുക? 1200 മുതൽ 3200 വരെ വരുമ്പോൾ 2000 വീടായി അതിൽ. അപ്പോൾ ശരിക്കുള്ള കണക്കുകൾ പോലും കൃത്രിമം ചെയ്ത് മറച്ചു വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള ഈ അശാസ്ത്രീയതയും നോംസ് വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ഒക്കെ നടക്കുന്നത്. മറ്റൊരു കാര്യം, ലീഗുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, മുസ്ലിം ലീഗും
സമസ്തയും അതിലെ മുതിർന്ന നേതാക്കൾ മധ്യസ്ഥരായി നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ചർച്ച നടത്തുന്നുണ്ട്. സമസ്തയുടെ മുഷാവറ ചേരുന്നതിന് മുൻപ് തന്നെ അതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ ചർച്ച നടത്തുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? അല്ല, എവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക മുസ്ലിം ലീഗിൻ്റെ ഒരു രീതിയാണ്. അതിപ്പോൾ മുനമ്പം പ്രശ്നത്തിൽ അപ്പോൾ ബഹുമാനപ്പെട്ട വാരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചല്ലോ പ്രശ്നങ്ങൾ തീർക്കാൻ, അത് മുസ്ലിം ലീഗിൻ്റെ ഒരു രീതിയാണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസരങ്ങളാണ് ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകൾ നടക്കട്ടെ. ഈ പണ്ഡിത സഭയിലാണെങ്കിലും നേതൃത്വത്തിനടുത്താണെങ്കിലും ഇപ്പം ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഉൾപ്പെടെ പരാതി വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിഞ്ഞൂടാ. അങ്ങനെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകും. അതിലെന്താ? അത് ഞാൻ ലീഗല്ലല്ലോ ചെയ്യേണ്ടത്. പരാതി ഉണ്ടോയെന്ന് അന്വേഷിക്കേണ്ടോ നടപടി എടുക്കേണ്ടോ ഒക്കെ സംസ്ഥയാണ്. അത് വ്യത്യസ്ത സംഘടനയാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഞങ്ങളെങ്ങനെ അഭിപ്രായം പറയുക, ഞങ്ങളെങ്ങനെ ഇടപെടുക? ഉമർ ഫൈസിയുടെ ഒരു പ്രസംഗം അത് തങ്ങൾക്കെതിരായി വന്ന സമയത്ത് വലിയ രീതിയിൽ അതിന് വിമർശനം ഉയർന്നിരുന്നു. അല്ല, അതൊക്കെയാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അത് അതിൻ്റെ വഴിക്ക് പോകും. അതിലേക്ക് ഡീറ്റെയിൽ ആയി ഞാൻ കിടക്കുന്നില്ല. ഞങ്ങളുടെ സംഘടന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം. മറ്റു സംഘടനകളെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഞാൻ ആധികാരികമായി ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. പത്രപരസ്യം ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ അതിന്റെ ഭാഗമായി സംഭവിച്ചു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഇനി സമസ്ത തന്നെ അത് നിഷേധിച്ച് രംഗത്ത് വരുന്നു. ഇപ്പം ശാസിച്ചു എന്നുള്ളതാണ് അവരുടെ നടപടിയായിട്ട് അവർ പറയുന്നത്. അറിഞ്ഞൂടാ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ കൊച്ചി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് വിവാദം ഉയരുന്നുണ്ട്, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു വിഷയത്തിലുള്ള നിലപാട്? കൊച്ചി സ്മാർട്ട് സിറ്റി അത് ഉണ്ടാക്കിയത് UDF ഗവൺമെൻറ്റാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് IT വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് അത്രയും വലിയ വികസനങ്ങളൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നത്. ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. അത് ആ UDF ഭരണം പോയി കഴിഞ്ഞാൽ ഇവരത് ശ്രദ്ധിക്കാതെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ 8 വർഷമായിട്ട് അത് ശ്രദ്ധിച്ചില്ല. ടീകോമായിട്ടുണ്ടാക്കിയ കരാറിൽ വികസനം സാധ്യമാക്കണം, ഇത്ര വർഷത്തിനിടയ്ക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള കരാറുകളുണ്ടായിരുന്നു. ആ കരാറുകൾ പാലിച്ചോ എന്ന് ശ്രദ്ധിച്ചില്ല. അവരാണ് വീഴ്ച നടത്തിയത്. ടീകോമാണെങ്കിൽ ടീകോമിൽ നിന്ന് ഇങ്ങോട്ട് നഷ്ടപരിഹാരം വാങ്ങാണ് വേണ്ടത്. അതിന് പകരം ഗവൺമെൻറ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്. ഇതിൻ്റെ പിറകിലൊക്കെ ഉള്ളത് മറ്റ് കേസുകളൊക്കെ നമ്മൾ കേട്ട പോലെയുള്ള എന്താ പറയുക, മാസപ്പടി പോലുള്ള വിവാദങ്ങളുടെ ഭാഗമാണ് ഇത് എന്നാണ് ഞങ്ങളെ ഉറച്ച വിശ്വാസം. അല്ലെങ്കിൽ കരാർ ലംഘിച്ചൊരു കമ്പനിയെ നഷ്ടപരിഹാരം വാങ്ങി പിരിച്ചുവിടുന്നതിന് പകരം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റം ജനവിരുദ്ധമാണ്, അപലപനീയമാണ്. അതുതന്നെയാണ് സമകാലിക വിഷയങ്ങളിലാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMA സലാം പ്രതികരണം നടത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കർലായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂരങ്ങാടി.